Hello everyone, welcome back to my channel. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BEd-ലെ ഫസ്റ്റ് സെമസ്റ്ററിലുള്ള ഫിലോസഫി പേപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻ കണ്ടംപററി ഇന്ത്യ. അതിലെ ഫസ്റ്റ് ചാപ്റ്ററിനെ പറ്റി ചെറിയൊരു ഡിസ്കഷൻ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ തന്നെയുള്ള സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻ കണ്ടംപററി ഇന്ത്യ എന്നതിനെ പറ്റിയാണ്. സോ എഡ്യൂക്കേഷൻ ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന ചാപ്റ്ററിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു സിലബസ് പ്രകാരമാണ് പോകുന്നത് എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കാം. അതിനുശേഷം അതിലുള്ള മെയിൻ പോയിന്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സിലബസിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം സിലബസിൽ കൊടുത്തിട്ടുള്ളത് എഡ്യൂക്കേഷൻ, ഫണ്ടമെന്റൽ അണ്ടർസ്റ്റാൻഡിങ്, മീനിങ്, ഡെഫിനിഷൻ, ഫംഗ്ഷൻ ആൻഡ് എയിം. സോ ഡെഫിനിഷനൊക്കെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട് കേട്ടോ. അതായത് എഡ്യൂക്കേഷൻ ഒരു ഡെഫിനിഷൻ എന്താണ്, അതുപോലെ തന്നെ മീനിങ്ങും ചോദിക്കാറുണ്ട്. ദെൻ നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ ആസ് എ ഡിസിപ്ലിൻ, ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിലും ഈ ഒരു ഫോമൽ, ഇൻഫോമൽ, നോൺ ഫോമൽ എന്നുള്ള ക്വസ്റ്റ്യൻസ് ടൈപ്സിന് എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്തിട്ട് എക്സാമ്പിൾ കൊടുക്കാനുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷനിൽ വരുന്നതാണ് ഫോമൽ എഡ്യൂക്കേഷൻ, ഇൻഫോമൽ എഡ്യൂക്കേഷൻ, നോൺ ഫോമൽ എഡ്യൂക്കേഷൻ. ദെൻ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷനിൽ പ്രീ പ്രൈമറി, സെക്കൻഡറി, സീനിയർ സെക്കൻഡറി, പ്രൊഫഷണൽ ആൻഡ് ഡിസ്റ്റൻസ്, ഓപ്ഷണൽ എഡ്യൂക്കേഷൻ. അപ്പോൾ ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക മാത്രം, ഏതൊക്കെയാണ് ലെവൽസ്. അപ്പോൾ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷനും ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷനും മാറിപ്പോകരുത്. ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഫോമൽ, ഇൻഫോമൽ, നോൺ ഫോമൽ ഏതൊക്കെ തരത്തിലാണ്. ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ ആ ഒരു എഡ്യൂക്കേഷൻ്റെ ലെവൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവ തമ്മിൽ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അത് മാറരുത്. പ്രീ പ്രൈമറി, സെക്കൻഡറി, സീനിയർ സെക്കൻഡറി, പ്രൊഫഷണൽ, ഡിസ്റ്റൻസ് ആൻഡ് ഓപ്ഷണൽ എഡ്യൂക്കേഷൻ. ദെൻ ഇന്റർ ഡിസിപ്ലിനറി നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ. ഇത് നമ്മൾ മുൻപത്തെ ഒരു വീഡിയോയിൽ ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 2015 അങ്ങനെ എന്തോ തോന്നുന്നു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്, ഇന്റർ ഡിസിപ്ലിനറി നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. സോ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. എന്താണ് ഇന്റർ ഡിസിപ്ലിനറി നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു എഡ്യൂക്കേഷൻ എന്ന ഡിസിപ്ലിൻ ഫിലോസഫി ആയിട്ട് റിലേറ്റഡ് ആണ്. സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രോപോളജി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി ഇവയൊക്കെ ആയിട്ട് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഇന്റർ ഡിസിപ്ലിനറി നേച്ചർ എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതലായിട്ടുള്ള ഡിസിപ്ലിനുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്ത് കിടക്കുന്നു. നെക്സ്റ്റ് വൺ, റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ റെസ്പെക്റ്റിംഗ് ഡൈവേഴ്സിറ്റീസ്. എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഡൈവേഴ്സിറ്റിനെ റെസ്പെക്ട് ചെയ്യുന്നത്. ഇത് തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ, അതായത് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യാം. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഇത്രയാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. ടൈപ്സ്, ലെവൽസ് ആൻഡ് ദെൻ റോൾ ഓഫ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. Education is an important human activity that it was born with the birth of human race, so it will continue to function as long as human race lives. So education എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ആക്ടിവിറ്റി ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു എഡ്യൂക്കേഷൻ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ അത്രത്തോളം മീനിങ് പറയുന്നുണ്ട്. ഒരു ഹ്യൂമൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആസ് എ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസൺ എന്ന നിലയിൽ അവരെ വളർത്തിയെടുക്കുന്നതിന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ്, അതേപോലെ തന്നെ സൊസൈറ്റിയും ആ ഒരു എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സൊസൈറ്റിയിലെ മാറ്റങ്ങൾക്കും എഡ്യൂക്കേഷൻ കാരണമാവുന്നുണ്ട്. അത്തരത്തിൽ പെട്ട ഒരു, അതായത് ഫ്രം ബർത്ത്, നമ്മളുടെ ബർത്ത് തൊട്ടിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളുടെ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾസ് എന്ത് ചെയ്യുന്നു, ജോലി തിരഞ്ഞെടുക്കുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് എഡ്യൂക്കേഷൻ ഒരു വലിയ തരത്തിൽ തന്നെയുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അത്രയാണ് ഒന്ന് പറഞ്ഞ് ജസ്റ്റ് ഇൻട്രൊഡക്ഷനിലായിട്ട് പറയുന്നത്. ദെൻ in derivative sense, the term education may be understood as educare or eduseer. So educare അല്ലെങ്കിൽ eduseer എന്നുള്ള വേർഡിൽ നിന്നാണ് എഡ്യൂക്കേഷൻ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട്. So educare is a Latin word. It means to nourish, to bring up, to raise, and this means educating a child. Educating a child means nourishing or bringing up. ഒരു സെൻസ് സെയിം എക്സാക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. നറിഷിംഗ് ഓർ ബ്രിങ്ങിങ് അപ്പ് ദ ചൈൽഡ് അക്കോർഡിംഗ് ടു സെർട്ടൈൻ എൻഡ്സ് ആൻഡ് എയിംസ്. സോ എഡ്യൂക്കെയർ എന്ന് പറയുമ്പോൾ തന്നെ എന്താ, ഒരു ലാറ്റിൻ വേർഡാണ്. ടു നറിഷ് ഓർ ടു ബ്രിങ് അപ്പ് അല്ലെങ്കിൽ ടു റൈസ് എന്നൊക്കെയാണ് പറയുക. ആ ഒരു കുട്ടിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അതായത് ഒരു കുഞ്ഞു കുട്ടി ജനിക്കുന്നത് തൊട്ടിട്ട് അവൻ്റെ വളർച്ചയിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും
അവൻ്റെ നീഡിനനുസരിച്ച് ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷനിലൂടെയാണ് അവൻ എല്ലാം സ്വായത്തമാക്കുന്നത് എന്നാണ് പറയുന്നത്. അടുത്തത് എഡ്യൂസിയർ ആണ്. ഇസ് ഓൾസോ എ ലാറ്റിൻ വേർഡ് ആൻഡ് ഇറ്റ് മീൻസ് ടു ലീഡ് ഔട്ട് ഓർ ടു ഡ്രോ ഔട്ട്. അതായത് ഒരാളെ മുന്നിലേക്ക് നയിക്കുന്ന ഒരു പാതയായിട്ട് നമുക്ക് എഡ്യൂക്കേഷനെ കാണാൻ പറ്റും. ഓക്കെ, this means educating a child implies drawing out what is ingrained in the child or leading him out of darkness into light. ഓക്കെ, അതായത് ഡാർക്ക്നെസ് നമ്മൾ പറയാറുണ്ട്, അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള ഒരു പാതയാണ് അല്ലെങ്കിൽ മാർഗമാണ് ഈ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അല്ലേ. ഒരു ഇരുളടഞ്ഞിട്ടുള്ള ഒരു മനസ്സിനെ അറിവിൻ്റെ വെളിച്ചം കൊടുക്കുന്നത് ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞുള്ള സിസ്റ്റമാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലൂടെയാണ് അത് സ്വായത്തമാക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇല്ലാത്തൊരാളെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു സൊസൈറ്റിയിൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഇതിനുള്ള എക്സാമ്പിൾസ് നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ കിട്ടുന്നുണ്ട്. അതാണ് ലീഡിങ് ഹിം ഔട്ട് ഓഫ് ഡാർക്ക്നെസ് ഇൻ ടു ലൈറ്റ്. ഡാർക്ക്നെസ്സിൽ നിന്നും ലൈറ്റിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഒരു എഡ്യൂക്കേറ്റഡ് അല്ലാത്ത പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് കാണുക, അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക പുതിയ പുതിയ ടെക്നോളജീസിനൊക്കെ എതിർത്തുകൊണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു അറിവില്ലാത്ത, അതായത് അദ്ദേഹത്തിന് ആ ഒരു സൊസൈറ്റിയിൽ തന്നെ ജീവിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൊസൈറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടിയും അതുപോലെ തന്നെ അവരുടെ ലൈവ്ലിഹുഡ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും അത്തരത്തിലുള്ള എല്ലാ തരത്തിൽപ്പെട്ട ഡെവലപ്മെന്റും സഹായിക്കുന്നത് അതാണ്, ലൈറ്റിലേക്ക് എത്തിച്ചേരുന്നു. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള ഒരു പാത, അതാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കൊടുക്കുന്നവനാണ് അധ്യാപകൻ എന്ന് പറയുന്നതും ഒക്കെ അല്ലേ. അതന്നെയാണ് ഇത്രയും ഉദ്ദേശിക്കുന്നത്. സോ എഡ്യൂസിയർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലീഡ് ഔട്ട് അല്ലെങ്കിൽ ടു ഡ്രോ ഔട്ട് എന്നാണ്. അപ്പോൾ എഡ്യൂസിയർ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റും ഏത് വേർഡിൽ നിന്നാണെന്നുള്ള തരത്തിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇനിയുള്ളത് ഡെഫിനിഷനാണ്. അക്കോർഡിംഗ് ടു സ്വാമി വിവേകാനന്ദ, എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവൈൻ പെർഫെക്ഷൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് മാൻ. ഇതേപോലെ തന്നെ സ്വാമി വിവേകാനന്ദയുടെ ഡെഫിനിഷൻ എന്താണ്, അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ സ്വാമി വിവേകാനന്ദ പറഞ്ഞത് എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവൈൻ പെർഫെക്ഷൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ മാൻ. അടുത്ത നോക്കൂ, അക്കോർഡിംഗ് ടു മഹാത്മാഗാന്ധി, education is all-round drawing out of the best in child and man and body, mind and spirit. സോ ഇത് സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് മഹാത്മാഗാന്ധി എഡ്യൂക്കേഷന് ഡെഫിനിഷൻ കൊടുത്തത് എങ്ങനെയാണുള്ളത്. സോ അത് പഠിച്ചു വെക്കാം. എഡ്യൂക്കേഷൻ ഈസ് ഓൾറൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദി ബെസ്റ്റ് ഇൻ ചൈൽഡ്, മാൻ, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. അക്കോർഡിംഗ് ടു അരബിന്ദോ, എഡ്യൂക്കേഷൻ മീൻസ് ഹെൽപ്പിംഗ് ദ ഗ്രോയിങ് സോൾ ടു ഡ്രോ ഔട്ട് ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ഇറ്റ് സെൽഫ്. അരബിന്ദോ അങ്ങനെ ചോദിക്കാറില്ല, ഫോർത്ത് സെമ്മിലൊക്കെയാണ് ഇതിനെപ്പറ്റി വരുന്നത്. വാട്ട് ഈസ് എഡ്യൂക്കേഷൻ ഈസ് ആൻഡ് വാട്ട് എഡ്യൂക്കേഷൻ ഈസ് നോട്ട്. അപ്പോൾ നമ്മൾ ഈ എഡ്യൂക്കേഷനെ പറ്റി നോക്കുന്ന സമയത്ത് എന്താണ് എഡ്യൂക്കേഷൻ എന്നും എന്തല്ല എഡ്യൂക്കേഷൻ, സോ വാട്ട് എഡ്യൂക്കേഷൻ ഈസ് നോട്ട് എന്നതും അറിഞ്ഞിരിക്കണം. സോ വാട്ട് ഈസ് എഡ്യൂക്കേഷൻ ഈസ്, എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? എഡ്യൂക്കേഷൻ ഈസ് എ പ്രോസസ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ ബർത്ത് ടു ഡെത്ത് എന്ന് തന്നെ പറയാം. നമുക്ക് എഡ്യൂക്കേറ്റഡ് ആയിക്കൊണ്ട് ഓരോ അറിവും നമ്മൾക്ക് എന്താണ് പുതിയ പുതിയ മാർഗങ്ങളാണ് തരുന്നത്. സോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അടുത്തത് എഡ്യൂക്കേഷൻ ഈസ് ആൻ ഇൻ്റഗ്രേറ്റിംഗ് പ്രോസസ് എന്നും പറയാം. സോ ദ ഫങ്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ടു ക്രിയേറ്റ് ഇൻ്റഗ്രേറ്റഡ് ഹ്യൂമൻ ബീയിങ്. Only such human beings are intelligent and capable of solving individual and collective problems. So education എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രേറ്റിംഗ് പ്രോസസ് ആണെന്ന് പറയാം. ഓക്കെ, അതായത് ഇൻ്റഗ്രേറ്റഡ് ഹ്യൂമൻ ബീയിങ്സ്, പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള പീപ്പിൾസ്, അതായത് ആസ് എ സൊസൈറ്റിയിലെ ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ എങ്ങനെയാണ് അവർ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നൊക്കെ നമ്മൾ ആർജിക്കുന്നത് ഈ ഒരു എഡ്യൂക്കേഷൻ ഇൻ്റഗ്രേറ്റിംഗ് പ്രോസസ്സാണ്. എഡ്യൂക്കേഷൻ ഹെൽപ്പ് ടു ഡിസ്കവർ ലാസ്റ്റിംഗ് വാല്യൂസ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതിനൊരു എൻഡില്ല. ഇപ്പോൾ ഇത്ര ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ ഗ്രോത്തിൻ്റെ ഒക്കെ കേസ് പറയുകയാണെങ്കിൽ ഈ ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ, ഒരു ഡിഫൈൻ ആയിട്ടുള്ള ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം അതൊരു ലൈഫ് ലോങ് ആണ്. ഒരു ഏജോ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തോ ഒന്നും തന്നെ നമ്മളെ എഡ്യൂക്കേഷനെ ബാധിക്കുന്നില്ല.
അടുത്ത നോക്കൂ, മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ആണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. It enlarges human experiences and so it produces some changes in one's behavior which involve thinking, feeling and action. So education എന്ന് പറയുന്നത് ഒരാളുടെ ബിഹേവിയർ മോഡിഫിക്കേഷന് കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. സോ ത്രൂ എഡ്യൂക്കേഷൻ അദ്ദേഹം അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഒരു ആസ് എൻ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് അവരുടെ ബിഹേവിയറിലും അവരുടെ തിങ്കിങ് പ്രോസസ്സിലും ഫീലിങ്സിലും ആക്ഷനിലും ഒക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു കുട്ടിയായിരിക്കുന്ന ആ ഒരു അവസ്ഥയാണോ പിന്നെ കുറച്ച് വലുതാവുമ്പോൾ പിന്നെ നമ്മളുടെ സ്കൂളിലേക്ക് എത്തുന്തോറും നമ്മളുടെ ആവശ്യങ്ങൾ മാറുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ സ്വഭാവം മാറുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി വലുതായിട്ട് ഒരു അഡോളസെൻ്റ് ആയിട്ടുള്ള ഏജിലേക്ക് എത്തുമ്പോൾ വീണ്ടും മാറുന്നുണ്ട്. സോ ഇതൊക്കെ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് ഒക്കെ കിട്ടുന്നതൊക്കെ എന്താണ്, ഈ ഒരു എഡ്യൂക്കേഷനിലൂടെയാണ്. എഡ്യൂക്കേഷൻ ഈസ് ലൈഫ് ഇറ്റ് സെൽഫ്. ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ട് എഡ്യൂക്കേഷൻ ഈസ് നോട്ട്. എഡ്യൂക്കേഷൻ എന്നത് പറയുന്നത് എന്തല്ല, നോട്ട് മിയർ സ്കൂളിംഗ്. എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കൂളിൽ പോയിട്ട് എന്തൊക്കെയോ പഠിക്കുന്നു പിന്നെ വീട്ടിലേക്ക് വരുന്നു, അല്ലെങ്കിൽ കുറേ ഒരു ആസ് എ പ്രോസസ്സ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ചിന്താഗതി, അതായത് ഇത്ര വയസ്സ് വരെ സ്കൂളിൽ പോകണം എന്നുള്ളത് ഒരു ചടങ്ങ് പോലെ ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു രീതിയല്ല. സോ നോട്ട് മിയർ സ്കൂളിംഗ് എന്നത് മാത്രമല്ല എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോട്ട് അക്വിസിഷൻ ഓഫ് ഇനേർഡ് നോളജ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നോളജ് സ്വായത്തമാക്കുക എന്നുള്ളത് മാത്രമല്ല. നോട്ട് അക്വിസിഷൻ ഓഫ് ഇനേർഡ് നോളജ്, നമ്മളുടെ ക്ലാസ് റൂമിൽ നിന്ന് കിട്ടുന്ന നോളജ് അതെന്താണ് പിന്നീട് ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ സഹായിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ഇപ്പോൾ നമ്മൾ ഈ പാർലമെന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്കൂൾ പാർലമെന്റുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്, അതൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അതൊക്കെ എന്താണ്, ആസ് എ റെസ്പോൺസിബിൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഓരോ കുട്ടിയും ആ സ്കൂളിൽ നിന്നും പുറത്തിറങ്ങുന്നത്. പിന്നീട് ഒരു വോട്ടിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ നമ്മളുടെ ഡെമോക്രസിയെ സംബന്ധിച്ചിടത്തോളം വോട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ നമ്മളുടെ കൺട്രിയെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ലീഡറെ തിരഞ്ഞെടുക്കുന്നതിനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മെമ്പേഴ്സിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നതിനൊക്കെ സഹായിക്കുന്നത് നമ്മൾ അന്ന് പഠിച്ചു വന്നിരിക്കുന്ന ആ ഒരു മാർഗങ്ങളിലൂടെയാണ് അല്ലേ. അപ്പോൾ ആ ഒരു സ്കൂൾ പാർലമെന്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളുടെ ഡെമോക്രസിയിൽ എന്തൊക്കെയാണെന്നുള്ളതാണ് പഠിക്കുന്നത്. സ്കൂൾ അസംബ്ലി ഇതുപോലെ തന്നെയാണ്, നമ്മൾ ഡിസിപ്ലിൻ പഠിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ സ്കൂളിൽ നടത്തുന്നതെങ്കിലും അതൊക്കെ ആ ഒരു കുട്ടിയിൽ ഉണ്ടാക്കുന്ന എഫക്റ്റ്. പങ്ക്ച്വൽ ആയിരിക്കണം, പങ്ക്ച്വാലിറ്റി വേണമെന്ന് പറയുന്നുണ്ട്. ഇന്ന സമയം 10 മണി തൊട്ടോ 4 മണി വരെ എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് വരണം, അത് കഴിഞ്ഞ് 4 മണിക്ക് സ്കൂൾ വിടുന്നു ഒക്കെ പറയുന്നത് നമ്മൾ ടൈം വെക്കുന്നത് എന്താണ്, ആ ഒരു പങ്ക്ച്വാലിറ്റി. നമ്മൾ അറിയാതെ തന്നെ ആ ഒരു കുട്ടീൻ്റെ ഉള്ളിൽ ടൈം കീപ്പ് ചെയ്യാനുള്ള ഒരുപാട് ഘടകങ്ങളാണ് കൊടുക്കുന്നത്. സോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഇനർ നോളജിന്റെ അക്വിസിഷൻ മാത്രമല്ല, നോട്ട് നിയർലി ട്രെയിനിങ് ഓഫ് മൈൻഡിന്റെ ട്രെയിനിങ് മാത്രമല്ല എന്നും പറയുന്നുണ്ട്. നോട്ട് ടു എൻകറേജ് കൺഫോമിറ്റി. എഡ്യൂക്കേഷൻ ഷുഡ് നോട്ട് എൻകറേജ് ദ ഇൻഡിവിജ്വൽസ് ടു കൺഫോം ടു സൊസൈറ്റി ടു ബി നെഗറ്റീവ്ലി ഹാർമോണിയസ് വിത്ത് ഇറ്റ്. അപ്പോൾ എന്താണ് എഡ്യൂക്കേഷൻ എന്നും പറഞ്ഞു, അതുപോലെ തന്നെ എന്തല്ല എഡ്യൂക്കേഷൻ എന്നും പറഞ്ഞു. ഓക്കെ, ഇനി പറയാനുള്ളത് ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഫങ്ഷൻസും ചോദിക്കാറുണ്ട് കേട്ടോ, ക്വസ്റ്റ്യൻസ് 2 മാർക്സിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നോക്കാം, എന്താണ് ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ. Whatever is required in human life is the result of formal or informal education. ഓക്കെ, ഫോർമൽ ആയിട്ടുള്ള എഡ്യൂക്കേഷനിലൂടെയോ ഇൻഫോർമൽ ആയിട്ടുള്ള എഡ്യൂക്കേഷനിലൂടെയാണോ നമ്മൾ നമ്മളുടെ ആവശ്യകതയും നേരിടുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത്. When the child is born, he has no knowledge of his surroundings. ശരിയല്ലേ? ഒരു കുട്ടി ജനിച്ചു വീഴുന്ന സമയത്ത് അവൻ്റെ ചുറ്റുപാടിനെ പറ്റി അവന് യാതൊരു ധാരണയില്ല. ഗ്രാജ്വലി he comes to recognize his environment by using his sense organs and by coming in contact with other people. അല്ലേ? അതായത് പിന്നീട് അവൻ വളർന്നു കഴിയുമ്പോൾ അവൻ്റെ ചുറ്റുപാടിനെ അവൻ അറിയുന്നു ത്രൂ സെൻസ് ഓർഗനിലൂടെ അറിയുന്നു. അതുപോലെ തന്നെ മറ്റുള്ള പീപ്പിളും മറ്റുള്ള ചുറ്റിലുള്ള ആളുകളുമായിട്ട് ഇടപഴകുന്നത് വഴിയും അവൻ പിന്നീട് എന്താണ് ഓരോ കാര്യങ്ങളും അറിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഹ്യൂമൻ ലൈഫ് ഈസ് ദസ് എവിഡന്റ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എഡ്യൂക്കേഷൻ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. സോ ഡെവലപ്മെന്റ് ഓഫ് നാച്ചുറൽ എബിലിറ്റീസ്. When the child is born, he is already possessed many kinds of natural abilities. സോ നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് എബിലിറ്റീസ് നമുക്ക് തന്നെ ഉണ്ട് അല്ലേ, ഇൻബോൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് പുറമെ നമ്മളുടെ
അതിൻ്റെ ഡെവലപ്മെൻറ്റ്, നാച്ചുറൽ എബിലിറ്റീസിൻ്റെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷനാണ്. ആസ് ദ ബോഡി ഗ്രോസ് ദ മൈൻഡ് ഓൾസോ ഗ്രോ, ബട്ട് ദ ഇന്നേറ്റ് എബിലിറ്റീസ് ആൻഡ് ക്വാളിറ്റീസ് ഡു നോട്ട് ഡെവലപ്പ് ക്വൈറ്റ് സോ നാച്ചുറലി ആൻഡ് വിത്തൗട്ട് എയ്ഡ്. സോ നമ്മളുടെ ബോഡി വളരുന്നുണ്ട്, മൈൻഡ് വളരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഈ ഒരു ഇന്നേറ്റ് എബിലിറ്റികൾ ഒരുപാടുണ്ട് ഓരോരുത്തരിലും. അതിലൊക്കെ മാറ്റം വരുത്തുന്നത് ത്രൂ ദിസ് എഡ്യൂക്കേഷനിലൂടെയാണ്. പിന്നീടൊന്ന് പറയുന്നതാണ് ക്യാരക്ടർ ബിൽഡിംഗ്. ക്യാരക്ടർ ബിൽഡിങ്ങിനും ഒരുപാട് സഹായിക്കുന്നത് ഈ ഒരു എഡ്യൂക്കേഷനാണ്. ഒരു ഇൻഡിവിജ്വലിനെ നല്ലൊരു ഇൻഡിവിജ്വലായിട്ട് വളർത്തുവാനും അതുപോലെ തന്നെ മറ്റൊരാളെ തെറ്റായ ദിശയിലേക്ക് നടത്തി ഇടുവാനും തരത്തിൽ ഈ ഒരു എഡ്യൂക്കേഷൻ, നല്ല തരത്തിൽപ്പെട്ട ട്രെയിനിങ്ങുകളൊക്കെ കിട്ടുന്ന ആൾക്കാർ എന്തായിരിക്കും, നല്ല നിലയിൽ തന്നെ എത്തിപ്പെടും. പക്ഷേ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും മോശം, അതായത് ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെയോ എന്തെങ്കിലും ഒരു പോരായ്മ കൊണ്ട് പല വഴികളിലേക്കും എത്തിച്ചേരുന്ന, അതൊരു കോമൺ ആയിട്ടുള്ള കാര്യം ആണ് എന്നല്ല പറയുന്നത്, പക്ഷെ പല വഴികളിലും എത്തിച്ചേരുന്നത് ഒരു എഡ്യൂക്കേഷനിൽ വരുന്ന ഡ്രോബാക്ക് ആയിട്ട് എത്തിച്ചേരാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ക്യാരക്ടർ എങ്ങനെ ഓരോരുത്തരോടും ബിഹേവ് ചെയ്യണം, അതായത് മുതിർന്നവരെ ബഹുമാനിക്കണം, അതുപോലെ തന്നെ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യണം, ഇത്തരത്തിൽപ്പെട്ട ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷനിലൂടെയാണ് ആർജിക്കുന്നത്. ദെൻ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനും എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ പാറ്റേൺ ഓഫ് ബിഹേവിയർ ദാറ്റ് എ ചൈൽഡ് ഷോ ഇൻ ഹിസ് അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ദ ഇൻഡിവിജ്വൽ ആൻഡ് ഒബ്ജക്റ്റീവ് ഇൻ ഹിസ് എൻവയോൺമെന്റ് ഡിപ്പെൻഡ് അപ്പോൺ ഹിസ് പേഴ്സണാലിറ്റി. It is the development of personality which leads to a development of individuality, which is an inevitable. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് എന്ത് സഹായിക്കുന്നുണ്ട്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എഡ്യൂക്കേറ്റഡ് ഇൻഡിവിജ്വൽ, which is an inevitable characteristics of an educated individual എന്നാണ്. The informal development of personality takes place through his family, neighborhood and the conditions of work. Okay, ഇൻഫോർമൽ ആയിട്ടുള്ള ഒരുപാട് ഡെവലപ്മെന്റ് നമ്മളിൽ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഫാമിലിയിലൂടെ, നമ്മുടെ പിയർ ഗ്രൂപ്പിലൂടെ, നമ്മുടെ ചുറ്റുപാടിലൂടെ ഒക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരാളുടെ പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കണം, ഒരാളോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം, എങ്ങനെ നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലെ ഒരു മെമ്പർ എന്ന നിലയിൽ എങ്ങനെയാണ് നമ്മൾ സൊസൈറ്റിയിൽ പെരുമാറേണ്ടത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഫാമിലിയിൽ നിന്നും അതുപോലെ തന്നെ സ്കൂളിൽ നിന്നും പിയേഴ്സിൽ നിന്നും പാരൻസിൽ നിന്നും ഒക്കെ നമ്മൾ അറിയാതെ പഠിച്ചു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? അതാണ് ഇൻഫോർമൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇൻഫോർമൽ ഡെവലപ്മെന്റ് നടക്കുന്നതും ഇത്തരത്തിൽ നടക്കുന്നുണ്ട്. ദെൻ പ്രിപ്പറേഷൻ ഫോർ അഡൾട്ട് ലൈഫ്. ലൈവ്ലിഹുഡ് ഈസ് ബിലീവ്ഡ് ടു ബി ദ എയിം ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, നമ്മളുടെ ഒരു നേരത്തെ അന്നത്തിന് അല്ലെങ്കിൽ ജീവിതമാർഗങ്ങൾ കണ്ടെത്തുന്നതിന് ഈ ഒരു എഡ്യൂക്കേഷൻ സഹായിക്കുന്നുണ്ട്. ആൻഡ് ദെൻ എക്കണോമിക് ഫാക്ടേഴ്സ് കൺട്രോളിംഗ് ലൈഫ് ഇൻ ദി പ്രസന്റ് ഡേ വേൾഡ് ഹാവ് ബിക്കം സോ കോംപ്ലക്സ് ദാറ്റ് നോ വൺ ഹു ഈസ് നോട്ട് പ്രോപ്പർലി എഡ്യൂക്കേറ്റഡ് ക്യാൻ ഹാവ് ടു സക്സസ്ഫുള്ളി ഏൺ ഹിസ് ലിവിങ്. ദെൻ ക്രിയേഷൻ ഓഫ് യൂസ്ഫുൾ സിറ്റിസൺ. ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സിറ്റിസനെ ഉണ്ടാക്കിയെടുക്കാൻ, വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയാവുന്നത്, ഓൾദോ മെനി തിങ്കേഴ്സ് ഹാവ് ഡ്രീംഡ് ഓഫ് എ സൊസൈറ്റി വിത്തൗട്ട് ഗവൺമെന്റ്, ഇൻ ആക്ച്വൽ ഫാക്ട് നോ സച്ച് സൊസൈറ്റി എക്സിസ്റ്റ്. ഒരു ഗവൺമെന്റോ ഒരു ഭരണകൂടമോ ഒന്നും ഇല്ലാത്തൊരു സൊസൈറ്റിക്ക് നിലനിൽപ്പില്ല എന്നാണ് പറയുന്നത്. Okay, the individual who have been deprived of their citizenship or have never been granted this make all kinds of effort to get the citizenship of one nation or another. അത്രയേ ഉള്ളൂ. ആസ് എ യൂസ്ഫുൾ സിറ്റിസൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസനെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നോക്കൂ, സബ്ലിമേഷൻ ഓഫ് ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ്. അടുത്ത പോയിന്റ് ആണ് ഡെവലപ്മെന്റ് ഓഫ് എ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി. ഇതൊക്കെ ജസ്റ്റ് പോയിന്റുകൾ. എന്താണ് എഡ്യൂക്കേഷൻ ഒരു ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഉള്ളതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകളാണ്. ഡെവലപ്മെന്റ് ഓഫ് എ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി, which means the statement that man is a social animal means no more than that he lives in society. As a societyയിൽ മെമ്പർ എന്ന നിലയിൽ അവൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അറിയാനും അതിൻ്റെ ഡെവലപ്മെന്റിനും ഹെൽപ്പ് ചെയ്യുന്നു. പ്രൊട്ടക്ഷൻ ത്രൂ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ. കൾച്ചറിനെയും സിവിലൈസേഷനും, കൾച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനൊക്കെ ഒരു കൾച്ചർ, ഓക്കെ, ആ ഒരു കൾച്ചറിനെ നിലനിർത്തിക്കൊണ്ടുപോകാനും അതുപോലെ തന്നെ ആ കൾച്ചറിൽ വരുന്ന മാറ്റങ്ങളിലൊക്കെ കാരണം എന്താണ്, സഹായിക്കുന്നത് ആരാണ്? ഈ ഒരു എഡ്യൂക്കേഷനാണ്.
അടുത്ത പോയിന്റ്, എൻകറേജ്മെന്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ. Both formal and informal education help the individual to evolve a critical attitude which help him to analyze everything presented to him. Okay. നാഷണൽ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യൂസ് ഓഫ് ലെഷർ ടൈം, നമ്മളുടെ ലെഷർ ടൈംസിനെ യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു എഡ്യൂക്കേഷൻ സഹായിക്കുന്നുണ്ട്. ഇംപ്രൂവ്മെന്റ് ഇൻ എമോഷണൽ യൂണിറ്റി, ഡെവലപ്മെന്റ് ഓഫ് ആൻ ഇന്റർനാഷണൽ ഫീലിംഗ്. ഓക്കെ, ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, മറ്റു രാജ്യങ്ങളെ സഹായിക്കാനും അവരുടെ രാഷ്ട്രപാടുകൾ അറിയാനും അതുപോലെ തന്നെ അവരുടെ ആയിട്ട് നല്ലൊരു ബന്ധം സൂക്ഷിക്കാനൊക്കെ സഹായിക്കുന്നത് ഈ ഒരു എഡ്യൂക്കേഷനിലൂടെയാണ്. ഇൻക്രീസ് ഓഫ് കോൺഷ്യസ്നെസ് ഓഫ് അതർ കൾച്ചർ, മറ്റു കൾച്ചേഴ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നതിനും അവരെ പറ്റി അറിയുന്നതിനും സഹായിക്കുന്നത്, അതാണ് ഇൻക്രീസ് ഓഫ് കോൺഷ്യസ്നെസ്. നമ്മൾ അവരെ പറ്റി ബോധേഡാണ്, അതിന് സഹായിക്കുന്നത് ഈ ഒരു എഡ്യൂക്കേഷനാണ്. കാരണം നമ്മളുടെ ഒരു കൺട്രി നോക്കുകയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യ തന്നെ നോക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൾച്ചേഴ്സ് നമുക്ക് കാണുന്നുണ്ട്. സോ ഈച്ച് ആൻഡ് എവറി കൾച്ചറിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. ഒരു കൾച്ചർ ആയിരിക്കില്ല, അതായത് ഒരു വിഭാഗക്കാരുടെ കൾച്ചർ ആയിരിക്കില്ല മറ്റൊരു വിഭാഗക്കാരുടെ എന്ന് കരുതി നമ്മൾ റെസ്പെക്ട് ചെയ്യാതെ പോകരുത്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രീതികൾ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ കൂടുതൽ അറിയാനാണ് ആഗ്രഹിക്കേണ്ടത്. ഓക്കെ, അതിൽ ഉള്ള വ്യത്യസ്തതകൾ അത് അനുഭവങ്ങളാക്കി മാറ്റാനൊക്കെ ശ്രമിക്കുക. പകരം അവയെ നിന്ദിക്കുന്ന ഒരു രീതിയിലേക്ക് പോകരുത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, ഇതിൽ ഒരുപാട് പോയിന്റ്സ് വരുന്നുണ്ട്. എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് തന്നെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ നമ്മൾ മോഡൽ എക്സാം ഒക്കെ നടത്തുന്ന സമയത്ത് കൊടുക്കാറുള്ളതാണ് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ. ഫസ്റ്റ് വൺ, നോളജ് എയിം. പെർഹാപ്സ് ദ ഓൾഡസ്റ്റ് ഈസ് നോളജ് എയിം. ഇറ്റ് എംഫസൈസസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെഡിങ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ പോയിന്റുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ നോളജ് എയിം, വൊക്കേഷണൽ എയിം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എയിമുകളുണ്ട് എഡ്യൂക്കേഷന്. അപ്പോൾ ഹെഡിങ് എന്താണെന്ന് അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയിട്ട് അത് വെച്ചിട്ട് എഴുതാൻ പറ്റുന്ന പോയിന്റുകളാണ് കേട്ടോ. ഇറ്റ് എംഫസൈസസ് ദ അക്വിസിഷൻ ഓഫ് നോളജ് ഫോർ ഹിറ്റ്സ് ഓൺ സേക്ക്. നോളജ് ഈസ് എസെൻഷ്യൽ ഫോർ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. നോളജ് എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന് എസെൻഷ്യൽ ആണ്. ബെറ്റർ അഡ്ജസ്റ്റ്മെന്റ് ഇൻ ലൈഫ്, സോഷ്യൽ എഫിഷ്യൻസി, ഗുഡ് ക്യാരക്ടർ ആൻഡ് സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെന്റ്. അപ്പോൾ ഇതിനൊക്കെ സഹായിക്കുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ഒരു ക്വാളിറ്റി, അതുപോലെ തന്നെ ഗുഡ് ക്യാരക്ടർ ഡെവലപ്മെന്റിന്, സോഷ്യൽ എഫിഷ്യൻസിക്കൊക്കെ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള നോളജ് എയിം ആണ്. എഡ്യൂക്കേഷന്റെ ഒരു എയിമാണ് നോളജ് എയിം. അടുത്ത നോക്കൂ, വൊക്കേഷണൽ എയിം. സെൽഫ് പ്രിസർവേഷൻ ഇസ് ദ ഇൻഡിവിജ്വൽ ഫസ്റ്റ് നീഡ്. സോ എഡ്യൂക്കേഷൻ ഷുഡ് എനേബിൾ one to earn his bread and butter by prepare him for a paying occupation. അതായത് നമുക്കൊരു ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന തരത്തിലുള്ള എയിം, അതാണ് വൊക്കേഷണൽ എയിം. സെൽഫ് പ്രിസർവേഷൻ ഈസ് ദ ഇൻഡിവിജ്വൽ ഫസ്റ്റ് നീഡ്. നമ്മൾ സ്വയം പര്യാപ്തരാവുക. ഓക്കെ, ഷുഡ് എനേബിൾ വൺ ടു ഏൺ ഹിസ് ബ്രെഡ് ആൻഡ് ബട്ടർ. അവനവൻ്റേതായിട്ടുള്ള അന്നത്തേക്കുള്ള അന്നത്തിന് വേണ്ടിയിട്ട് അവനെ സ്വയം ജോലി ചെയ്ത് ഒരു ഏണിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന തരത്തിലുള്ള എഡ്യൂക്കേഷന്റെ എയിമിനെയാണ് നമ്മൾ വൊക്കേഷണൽ എയിം എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ലിവിംഗ് എയിം. Complete living aim was formulated by Herbert Spencer. It is an attempt to make the aim all inclusive. So complete living aim ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന തരത്തിൽ. സോ അതിനെ പറ്റി ഒരു ഐഡിയ പറഞ്ഞിട്ടുള്ളത് ഹെർബർട്ട് സ്പെൻസർ ആണ് കേട്ടോ. അക്കോർഡിംഗ് ടു ഹിം, കംപ്ലീറ്റ്ലി ലിവിംഗ് കൺസിസ്റ്റ് ഓഫ് 5 ഗ്രൂപ്പ്സ് ഓഫ് ആക്ടിവിറ്റി. അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് പ്രകാരം 5 ഗ്രൂപ്പ്സ് ഓഫ് ആക്ടിവിറ്റീസ് ആണുള്ളത്. ഒന്നാമത്തത് സെൽഫ് പ്രിസർവേഷൻ, രണ്ടാമത്തത് സെക്യൂറിംഗ് എ വൊക്കേഷൻ, ബീയിങ് എ വർത്തി മെമ്പർ ഓഫ് ഹിസ് ഹോം, കോൺട്രിബ്യൂട്ടിംഗ് വൺസ് ബെസ്റ്റ് ടു ദി സൊസൈറ്റി, യൂട്ടിലൈസിംഗ് ലെഷർ ടൈം പ്രോഫിറ്റബിളി. സെൽഫ് പ്രിസർവേഷൻ വേണം. ഓക്കെ, കംപ്ലീറ്റ് ലിവിംഗ് എയിമിന്റെ ഓരോ പോയിന്റുകൾ അല്ലെങ്കിൽ ഓരോ കമ്പോണൻസ് ആണ് കേട്ടോ പറയുന്നത്. സെൽഫ് പ്രിസർവേഷൻ ആയിരിക്കണം, അതായത് സ്വയം പര്യാപ്തരായിരിക്കണം. സെക്യൂറിംഗ് എ വൊക്കേഷൻ, ഒരു വൊക്കേഷൻ എല്ലാവർക്കും വേണം. ബീയിങ് എ വർത്തി മെമ്പർ ഓഫ് ഹിസ് ഹോം, ഒരു വർത്തി മെമ്പർ ആയിരിക്കണം. കോൺട്രിബ്യൂട്ടിംഗ് വൺസ് ബെസ്റ്റ് ഇൻ ദി സൊസൈറ്റി, ഒരു സൊസൈറ്റിയിലേക്ക് ബെസ്റ്റ് നമുക്ക് എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം എന്നതിനെ പറ്റി അറിഞ്ഞിരിക്കണം. യൂട്ടിലൈസിങ് ലെഷർ ടൈം പ്രോഫിറ്റബിൾ ആയിട്ട് നമ്മളുടെ ലെഷർ ടൈം യൂട്ടിലൈസ് ചെയ്യാനും കഴിഞ്ഞിരിക്കണം. ദെൻ ഹാർമോണിയസ് ഡെവലപ്മെന്റ് എയിം, അത് നാലാമത്തതായിട്ടുള്ള ഒരു എയിമാണ് നമ്മളുടെ എഡ്യൂക്കേഷനിൽ തന്നെ. സോ ദിസ് എയിം അറ്റംപ്റ്റ് ടു ഓഫർ എ കറക്റ്റീവ് ടു ദി വൺ സൈഡ്നെസ് ഓഫ് മെനി എയിംസ്.
ഓക്കെ. അപ്പോൾ ഹാർമോണിയസ് ഡെവലപ്മെന്റും ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ഡെവലപ്മെന്റുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് പറയാവുന്നത് ഒന്നാണ്. അടുത്ത 5ാമതായി കൊടുത്തിട്ടുള്ള എയിമാണ് ക്യാരക്ടർ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ക്യാരക്ടർ എയിം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഫങ്ഷൻസ്, എഡ്യൂക്കേഷൻ ഫങ്ഷൻസിൽ പറഞ്ഞു. ക്യാരക്ടർ ബിൽഡിങ്ങിന് സഹായിക്കുന്ന ഒന്നാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു. ദെൻ ഇൻഡിവിജ്വൽ എയിം ഉണ്ട്. ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ഇപ്പോൾ എന്തായിരിക്കും, ഫിസിക്കൽ ആയിട്ടുള്ള, ഇന്റലക്ച്വൽ ആയിട്ടുള്ള, സോഷ്യൽ, എമോഷണൽ, ഇത്തരത്തിലുള്ള ഒരു ചൈൽഡിന്റെയോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ഒക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ സോഷ്യൽ എയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആസ് എ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ മൊത്തം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ സ്കൂളിനൊക്കെ പറ്റി പറയുന്ന സമയത്ത് പറയാറുണ്ട്, സ്കൂൾ ഈസ് ദ മിനിയേച്ചർ ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ മിനിയേച്ചർ ഫോമാണ് നമുക്ക് സ്കൂളിൽ കാണാൻ പറ്റുന്നതൊക്കെ പറയാറുണ്ട് അല്ലേ. സോ സൊസൈറ്റി ഈസ് ദ ബുക്ക് വിച്ച് പീപ്പിൾ ഷുഡ് സ്റ്റഡി ഇൻ സ്കൂൾസ്. ആൻഡ് ദ സ്കൂൾ ഇറ്റ് സെൽഫ് ഈസ് എ ക്രോസ് സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി. ആൻഡ് ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ സ്കൂൾ ലൈഫ് ഷുഡ് ബി ദ മെത്തേഡ് ഓഫ് ലേണിംഗ്. ഓക്കെ. അപ്പോൾ സൊസൈറ്റിയുടെ ഒരു നേർരൂപം നമുക്ക് സ്കൂളുകളിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്കൂളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് ഒരു സാമൂഹ്യ ജീവിയായിട്ട് വളർത്തി വരുന്നതിന് സഹായിക്കുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ ആണ്. ദ നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ ആസ് എ ഡിസിപ്ലിൻ. ഒരു ഡിസിപ്ലിൻ എന്ന തരത്തിൽ ഡിസിപ്ലിൻ ഉണ്ടല്ലോ, ഈ ഡിസിപ്ലിൻ്റെ ഒരുപാട് ക്യാരക്ടേഴ്സ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ഡിസിപ്ലിനും ഉള്ളതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ നമ്മളൊരു ഡിസിപ്ലിൻ ആയിട്ട് തന്നെ കണക്കാക്കുന്നുണ്ട്. ഓക്കെ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് ആണ്. ദെൻ എഡ്യൂക്കേഷൻ ഈസ് പ്ലാൻഡ്, എഡ്യൂക്കേഷൻ ആസ് പ്രൊഡക്ട്സ്, എഡ്യൂക്കേഷൻ ഈസ് നോളജ് ആസ് വെൽ ആസ് എക്സ്പീരിയൻസ് ആണ്. എഡ്യൂക്കേഷൻ ഈസ് ഡെലിബറേറ്റ്, എഡ്യൂക്കേഷൻ ഈസ് പർപ്പസീവ്, എഡ്യൂക്കേഷൻ ഈസ് ആൻ ഇൻഫ്ലുവൻസ് എക്സേർട്ടഡ്, എഡ്യൂക്കേഷൻ ഈസ് ബൈപോളാർ. മീൻസ് ബൈപോളാർ എന്നത് ഉദ്ദേശിക്കുന്നത് ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ. ഓക്കെ. ദെൻ ട്രൈപോളാർ എന്ന് പറയുന്നത്, ട്രൈപോളാർ എന്നുള്ള കണ്ടീഷനിലേക്ക് വരുമ്പോൾ അവിടെ ആരൊക്കെ വരുന്നുണ്ട്? ടീച്ചർ വരുന്നുണ്ട്, സ്റ്റുഡൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സൊസൈറ്റിയും വരുന്നുണ്ട്. ദെൻ എഡ്യൂക്കേഷൻ ഈസ് സൈക്കോളജിക്കൽ ആസ് വെൽ ആസ് സോഷ്യൽ, എഡ്യൂക്കേഷൻ ഈസ് ബാലൻസ്ഡ് ഡെവലപ്മെന്റ്. സോ ഡിസിപ്ലിൻ എന്തുകൊണ്ടാണ് ഒരു എഡ്യൂക്കേഷൻ ഒരു ഡിസിപ്ലിൻ ആയിട്ട് കൂട്ടുന്നത്? അപ്പോൾ ഈ പോയിന്റ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കുക. ഓക്കെ. ഡിസിപ്ലിനെ പറ്റിയിട്ട് നമ്മൾ ഒരു പേപ്പർ തന്നെ പഠിക്കാനുണ്ടല്ലോ, അപ്പോൾ അതും ആയിട്ട് കോറിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും. പ്ലസ് ഈ ഒരു പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്യാം. ഇനി വരുന്ന ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ. ക്വസ്റ്റ്യൻ വരാറുള്ള ഏരിയ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് അറിഞ്ഞിരിക്കണം. അതിന് എക്സാമ്പിൾ ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. സോ നോൺ ഫോമൽ എഡ്യൂക്കേഷന് എക്സാമ്പിൾ കൊടുക്കുക, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എക്സാമ്പിൾ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ നമുക്കൊന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ വേഗം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. സോ ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷനിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ ഫോമൽ എഡ്യൂക്കേഷൻ, സെക്കൻഡ് വൺ നോൺ ഫോമൽ എഡ്യൂക്കേഷൻ, തേർഡ് വൺ ഇൻഫോമൽ എഡ്യൂക്കേഷൻ. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഫോമൽ എഡ്യൂക്കേഷൻ എന്ന് നോക്കാം. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ഫോമൽ എഡ്യൂക്കേഷനും നോൺ ഫോമൽ എഡ്യൂക്കേഷനും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അവയുടെ ക്യാരക്ടേഴ്സ് എന്താണെന്ന രീതിയിലൊക്കെ എഴുതാൻ ചോദിക്കാറുണ്ട്. സോ എന്താണ് ഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പറയാം. ദിസ് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ എ സ്കൂൾ ഓർ കോളേജ്. നമ്മൾ സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ കോളേജിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള എഡ്യൂക്കേഷനാണ് ഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. And it is consciously or deliberately planned to bring about a specific and special influence in the education system. സോ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ടൈമിൽ, അതുപോലെ തന്നെ എത്ര തരത്തിലുള്ള ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെരിഫറൽ ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഒരു പ്രത്യേക തരത്തിലുള്ള സ്ട്രക്ചറിങ് ആർക്കുണ്ട്? ഒരു ഫോമൽ എഡ്യൂക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു സ്കൂളിൽ നമുക്ക് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്കൂൾ തുടങ്ങുന്നതിന് സ്കൂളിൽ ടീച്ചേഴ്സ് ഉണ്ട്, അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം, ആ സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സ്കൂൾ ആർ ദ ഫോമൽ ഏജൻസി ഓഫ് എഡ്യൂക്കേഷൻ. സോ ഫോമൽ എഡ്യൂക്കേഷന് എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് സ്കൂളിനെ കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഇൻഫോമൽ എഡ്യൂക്കേഷൻ, ഈ ഒരു ഇൻഫോമൽ എഡ്യൂക്കേഷനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഇൻഫോമൽ എഡ്യൂക്കേഷൻ ടേക്ക് ഇൻ ടു ഇറ്റ്സ് ഓർബിറ്റ് ഓൾ ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ഹോം ആൻഡ് സൊസൈറ്റി. നമ്മളെ അറിയാതെ തന്നെ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എവിടെ നിന്നൊക്കെ ഉണ്ട്? നമ്മളുടെ വീട്ടിൽ നിന്നുണ്ടായിരിക്കും, ഫാമിലിയിൽ നിന്നുണ്ടായിരിക്കും, പിയർ ഗ്രൂപ്പിൽ നിന്നൊക്കെ നമ്മൾ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വരുന്നുണ്ട്. അത്തരത്തിലുള്ള എഡ്യൂക്കേഷനാണ് ഇൻഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്.
ഇനി നോക്കൂ, നോൺ ഫോമൽ എഡ്യൂക്കേഷൻ. നോൺ ഫോമൽ എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈസ് ആൻ അറേഞ്ച്മെന്റ് ഡ്രൈവർ ഇൻ ഫ്ലെക്സിബിലിറ്റി ഇസ് ദ കീവേഡ്. അറേഞ്ച്മെന്റ് വേറെ എന്നാട്ടോ, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അറേഞ്ച്മെന്റ് വെറിൻ ഫ്ലെക്സിബിലിറ്റി ഇസ് ദ കീവേഡ്. ഫ്ലെക്സിബിലിറ്റി നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നതാണ് ഈ ഒരു നോൺ ഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സച്ച് എ സിസ്റ്റം ഈസ് ആൻ ഓപ്പൺ വൺ വിത്ത് റിഗാർഡ്സ് ടു വേരിയസ് ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ, ദാറ്റ് ഈസ് അഡ്മിഷൻ, കരിക്കുലം, പ്ലേസ് ഓഫ് ഇൻസ്ട്രക്ഷൻ. സോ ഈ ഒരു നോൺ ഫോമൽ എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള സ്ട്രക്ചറിങ്ങോ ഒന്നും തന്നെ ഇല്ല. അഡ്മിഷന്റെ കാര്യത്തിലായാലും കരിക്കുലത്തിന്റെ കാര്യത്തിലായാലും പ്ലേസ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് അതിലുള്ളത്. നമുക്ക് ഏത് സമയത്തും നമുക്ക് ചില കണ്ടീഷൻ ഉണ്ടായിരിക്കും, ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ അവരുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പം അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ വീണ്ടും പഠിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സിസ്റ്റങ്ങളും അതുപോലെ തന്നെ ഒരുപാട് രീതികൾ നമ്മളുടെ സൊസൈറ്റിയിൽ ഇന്ന് നിൽക്കുന്നുണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണ് നോൺ ഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾ ഓഫ് സച്ച് എ സിസ്റ്റം ആർ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഓപ്പൺ സ്കൂൾ, ഓപ്പൺ ലേണിംഗ് ആൻഡ് കറസ്പോണ്ടൻസ് സ്കൂൾസ് എക്സെട്ര. ഓക്കെ, ഇനി പറയുന്നതാണ് ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ. ഫസ്റ്റ് അത് താഴെത്തട്ടിലുള്ള ഒരു ലെവലാണ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ. പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ is the informal education of the child in the age group 3 to 6 carried out in a formal educational institution before the child join in the primary classes. So primary classesന് തൊട്ട് മുൻപുള്ള തരത്തിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു ലെവലാണ് എന്ത് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. Various types of pre-primary schools are now available in India, and more children are now attending preschools, indicating a rise in the need for education of kids. അടുത്തതാണ് പ്രൈമറി എഡ്യൂക്കേഷൻ. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത പോയിന്റ് പറയുമ്പോൾ ജസ്റ്റ് അറിയാൻ മാത്രമാണ്, നമുക്കൊരു ക്വിക്ക് റിവിഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് സഹായകവും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും വായിച്ചിട്ട് ഒരുപാട് പോയിന്റ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ജസ്റ്റ് ഒരു ഓവർവ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ പ്രൈമറി എഡ്യൂക്കേഷൻ ആണ്. പ്രൈമറി എഡ്യൂക്കേഷൻ ഓർ എലിമെന്ററി എഡ്യൂക്കേഷൻ in primary school or elementary school is typically the first stage of compulsory education coming between early childhood education and secondary education, and the future of the society depend on the standard of primary education. The progress of a nation in the world of today is more than ever dependent upon the quantity and quality of education received by people. Primary education is the fundamental need of life. അത് നമുക്ക് ആദ്യം തന്നെ കിട്ടുന്ന ആ ഒരു എഡ്യൂക്കേഷനാണ് പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിന് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ ഒരു വയസ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. പ്രൈമറി എഡ്യൂക്കേഷൻ ഇന്ത്യ ഓഫേർഡ് ബൈ ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് സ്കൂൾ യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് സ്റ്റുഡൻറ് ഏജ്ഡ് ബിറ്റ്വീൻ 5 to 12 ഇയേഴ്സ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിക്കുന്നുണ്ട്. കോമൺ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ്, ഹിന്ദി, മാത്തമാറ്റിക്സ് അതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഏതൊക്കെയാണ് ആ ഒരു ഏജ് പീരീഡ് എന്താണ്, എന്തൊക്കെയാണ് അവർ ആ പ്രൈമറി സ്കൂളിൽ നിന്നൊക്കെ പഠിക്കുന്നതെന്നൊക്കെ. ഇനിയുള്ളത് ദ പ്രോബ്ലംസ് ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. Due to favorable geographical conversation, child do not get a sufficient primary education. Majority of parents are not bothered about their education of their children. അതൊരു വലിയ കാര്യം തന്നെയാണ് അല്ലേ, പാരൻസിന് അതിനെപ്പറ്റി ഐഡിയ ഇല്ല എന്ന് പറയുന്നത്. ദെൻ ഹൈ ബർത്ത് റേറ്റ്, കൺസർവേറ്റീവ് ബിലീഫ്സ് ഓഫ് റിലീജിയൻ ആൻഡ് ട്രഡീഷൻ, poverty of parents, problems with the teaching system, problems of wastage and stagnation. ഈ ഒരു വേസ്റ്റേജ് ആൻഡ് സ്റ്റാഗ്നേഷൻ അത് നമ്മളൊരു മുൻപത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, എന്താണ് വേസ്റ്റേജ് ആൻഡ് സ്റ്റാഗ്നേഷൻ. ഇതും ഇതേപോലെ തന്നെ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസിലും വരാറുണ്ട്. ഇത് നമ്മൾ പരസ്പരം മാറി പോകുന്നുള്ളത് 100% ഷുവറാണ്. വേസ്റ്റേജിന് കൊണ്ടുള്ളത് സ്റ്റാഗ്നേഷനും എഴുതും, സ്റ്റാഗ്നേഷനിലുള്ളത് വേസ്റ്റേജിലും കൊണ്ടു എഴുതും. അപ്പോൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ മാർക്ക് കളയരുത്. വേസ്റ്റേജും സ്റ്റാഗ്നേഷനും എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രോബ്ലം ഓഫ് സഫിഷ്യൻറ്റ് സ്പേസ്, ഇതൊക്കെ എന്താണ് പ്രൈമറി എഡ്യൂക്കേഷൻ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രോബ്ലംസ് ആണ്. നെക്സ്റ്റ് വൺ സെക്കൻഡറി എഡ്യൂക്കേഷൻ. സെക്കൻഡറി സ്റ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ കവറിംഗ് 2 to 3 years of academic studies started with class 8-10 consisting of student aged between 14 to 16 years, and the school which impart education up till
10th are known as secondary school, high school, senior school, etc. ഇനിയുള്ളതാണ് senior secondary school. Senior secondary education in India use of only 2 years. Okay, secondary education കഴിഞ്ഞു, then senior secondary school. There is a uniformity on this level of education in terms of duration and classes. ഇനി പറയാനുള്ളത് പ്രോബ്ലംസ് ഓഫ് സീനിയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല, ഇനി ചോദിക്കുമെന്നുള്ളത് അറിയില്ല, പക്ഷെ ഒന്ന് അറിഞ്ഞിരിക്കാം. പ്രോബ്ലംസ് ഓഫ് സീനിയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. പ്രോബ്ലംസ് ഡ്യൂ ടു എക്സ്റ്റൻഷൻ ഇൻ സ്കൂളിംഗ്. പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് കരിക്കുലം. കരിക്കുലത്തിൽ തന്നെയുള്ള ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ട്, അതും ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട്. പ്രോബ്ലംസ് ഓഫ് ലാക്ക് ഓഫ് ഫെസിലിറ്റീസ് ഫോർ സയന്റിഫിക് ഇവാലുവേഷൻ. സയന്റിഫിക് ഇവാലുവേഷന് വേണ്ടത്ര ഫെസിലിറ്റീസ് ഇല്ലാത്തത്. പ്രോബ്ലംസ് ഓഫ് ലാക്ക് ഓഫ് ഫെസിലിറ്റീസ് ഫോർ പ്രൊവൈഡിങ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസോ കൗൺസിലിങ്ങിനോ പറ്റിയ മാർഗരേഖകളോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. ഇതൊക്കെ എന്താണ്, ഒരു പ്രോബ്ലം തന്നെയാണ്. ഇനിയുള്ളതാണ് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് സിസ്റ്റം ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഫൗണ്ട് എനിവർ ഇൻ ദി വേൾഡ്. ഇറ്റ് ഇൻക്ലൂഡഡ് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റേജ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്. ഓക്കെ, അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പോയിട്ട് നമ്മൾ പഠിക്കുന്ന, നമ്മൾ നമുക്ക് കിട്ടുന്ന ഇപ്പോൾ UG PG എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആണ് എന്ത് ഹയർ എഡ്യൂക്കേഷൻ എന്നതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ടായിരിക്കും നമ്മൾ പിന്നെ ഹയർ എഡ്യൂക്കേഷനിലേക്ക് കടക്കുമ്പോൾ ചെയ്യുന്നത് അല്ലേ. ഇപ്പം PG എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ മാസ്റ്റർ ആയിട്ട് മാറുകയാണ്. സോ അവരുടെ ഡ്യൂറേഷനും അതിനനുസരിച്ച് കൂടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ സബ്ജക്റ്റിലേക്ക് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ബോത്ത് ഫോർ ദി സ്റ്റുഡൻറ് ആസ് ആൻ ഇൻഡിവിജ്വൽ ആൻഡ് ഓൾസോ ഫോർ ദ സൊസൈറ്റി ഇൻ വിച്ച് ഹി ലീവ്സ്. സോ ഈ ഒരു ഹയർ എഡ്യൂക്കേഷനോട് കൂടി നമ്മൾ ആസ് എ മെമ്പർ ഓഫ് സൊസൈറ്റി എന്ന രീതിയിൽ നമ്മൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ സൊസൈറ്റിയിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു, സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കിട്ടണം, ഇതൊക്കെ നമ്മൾ എവിടുന്ന് കിട്ടുന്നുണ്ട്, ഈ ഒരു ഹയർ എഡ്യൂക്കേഷൻ കിട്ടുന്നതോടുകൂടി നമുക്ക് കിട്ടുന്നു, നമ്മൾ സ്വയം പര്യാപ്തരാകുന്നു എന്നത് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നീട് പറയുന്നതാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഇറ്റ് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ടു ലാർജ് നമ്പേഴ്സ് ഓഫ് പീപ്പിൾ ഹു ഹാഡ് പ്രീവിയസ്ലി ബീൻ ഡിനൈഡ് സച്ച് ഓപ്പർച്യൂണിറ്റി. നമ്മൾ പറഞ്ഞു നോൺ ഫോമൽ എഡ്യൂക്കേഷൻ പറഞ്ഞു, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ലാത്തത് കാരണം എഡ്യൂക്കേഷൻ കിട്ടാതെ പോയിട്ടുള്ള ഒരുപാട് കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സഹായകമാവുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇന്റർ ഡിസിപ്ലിനറി നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഇത് മുൻപ് നമ്മൾ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. The term interdisciplinary is applied within education and training better coaches to describe studies that use method and insights of several established discipline or traditional field of study. സോ നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷൻ എന്നത് ഒരു ഡിസിപ്ലിനായിട്ട് കാണുന്നുണ്ട്. ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ മറ്റ് ഡിസിപ്ലിനുമായിട്ട് എങ്ങനെ ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന ഡിസിപ്ലിൻ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കണം ബേസിക് ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആർ philosophical foundation of education, sociological foundation of education, psychological foundation of education, technological foundation of education. അത് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും. ചില സമയത്ത് ഈ ഒരു ബേസിക് ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ വന്നാൽ മാറിപ്പോകരുത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫിലോസഫിക്കൽ ഉണ്ട്, സോഷ്യോളജിക്കൽ ഉണ്ട്, സൈക്കോളജിക്കൽ ഉണ്ട്, ദെൻ ടെക്നോളജിക്കൽ ഉണ്ട്. ഇനി നോക്കാനുള്ളത് എഡ്യൂക്കേഷൻ ആൻഡ് ഫിലോസഫി. എങ്ങനെയാണ് എഡ്യൂക്കേഷനും ഫിലോസഫിയും ബന്ധപ്പെട്ട് കിടക്കുന്നത്? എഡ്യൂക്കേഷൻ ഇസ് ദ ലബോറട്ടറി ഇൻ വിച്ച് ഫിലോസഫിക്കൽ ഡിസ്റ്റിങ്ഷൻസ് ബിക്കം കോൺക്രീറ്റ് ആൻഡ് ആർ ടെസ്റ്റഡ്. സോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലബോറട്ടറി ആണെന്നും ഫിലോസഫി എന്ന് പറയുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഐഡിയാസും തോട്ട്സുകളും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ നമ്മൾ ഇമ്പാർട്ട് ചെയ്യുന്നത് ഈ ഒരു എഡ്യൂക്കേഷൻ എന്നുള്ള ലബോറട്ടറിയിലാണ്. അപ്പൊ അതായത് അത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലബോറട്ടറി ആയിട്ട് നമുക്ക് എഡ്യൂക്കേഷനെ കാണാം. ഫിലോസഫി ഈസ് വിസ്ഡം, എഡ്യൂക്കേഷൻ ട്രാൻസ്ഫർ ദാറ്റ് വിസ്ഡം ഫ്രം വൺ ജനറേഷൻ ടു അതർ. അപ്പോൾ ഒരു ഫിലോസഫി എന്നത് ഒരു വിസ്ഡം ആണ്. ഈ വിസ്ഡം ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എഡ്യൂക്കേഷൻ എന്ന ഡിസിപ്ലിൻ എന്ന് പറയാം.
Philosophy represents a system of thought. Education embraces that thought in the content of instruction. ഫിലോസഫി എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഓഫ് തോട്ടായിട്ട് കണക്കാക്കുകയാണ് എന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ എന്നത് ആ ഒരു തോട്ടിനെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് മാറ്റാൻ പറ്റുന്നു. Then education and psychology. Education psychology has a very significant bearing on education because of its influence on the various factors related to learning and teaching. So നമുക്കറിയാം ആസ് എ ടീച്ചർ എന്ന നിലയിൽ സൈക്കോളജി നമ്മുടെ മുന്നിലിരിക്കുന്ന ഓരോ കുട്ടികളും എന്തൊക്കെയാണ്, അതായത് ആ ഒരു ചൈൽഡ് സൈക്കോളജി ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് സൈക്കോളജിയാണ്. വിത്തൗട്ട് ദ നോളജ് ഓഫ് സൈക്കോളജി എ ടീച്ചർ ഈസ് അറ്റ് എ ലോസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ നീഡ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് എ ചൈൽഡ്. അതാണ് നമ്മൾ പറയുന്നത്. ഒരു സൈക്കോളജി അറിയാതെ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിലിരിക്കുന്ന കുട്ടികളുടെ ആവശ്യം എന്താണെന്നും നീഡ് എന്താണെന്നും പ്രോബ്ലംസ് എന്താണെന്നും മനസ്സിലാക്കാതെ വെറുതെ ആസ് എ ടീച്ചറാണ്, ഞാനൊരു ടീച്ചറാണ് എന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും പ്രവർത്തിക്കാൻ പറ്റില്ല. നല്ലൊരു ഗുഡ് ടീച്ചറും അല്ല എന്ന് തന്നെ പറയാം. നമ്മൾ ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മളുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ, അവരുടെ ആവശ്യം എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് അവർ നേരിടുന്നത്, അവരെ നമുക്ക് എങ്ങനെയെല്ലാം സഹായിക്കാൻ പറ്റും, മറ്റു കുട്ടികൾക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും, സൊസൈറ്റിയിലേക്ക് അവരെ എങ്ങനെയാണ് വാർത്തെടുക്കേണ്ടത്, സൊസൈറ്റിയിലേക്ക് അവരെ എങ്ങനെ എത്തിക്കണം എന്നൊക്കെ സഹായിക്കുന്നത് ആരാണ്? ഈ ഒരു സൈക്കോളജി അറിഞ്ഞിരിക്കുന്ന ടീച്ചറാണ്. സോ സൈക്കോളജി എഡ്യൂക്കേഷൻ തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആണ്. എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യോളജി. So, social foundation of education has added a new dimension to education as an interdisciplinary approach. Sociology, which involves the study of society, social process, social change, is a growing science. So, sociology എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൊസൈറ്റിയെ പറ്റിയാണ്, സോഷ്യൽ പ്രോസസ്സിനെ പറ്റിയാണ്, സോഷ്യൽ ചേഞ്ചസിനെ പറ്റിയാണ്. സോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനിലൂടെയാണ് നമ്മൾ ഈ ഒരു സോഷ്യോളജിയിലേക്ക് എത്തിച്ചേരുന്നത്. ഒരു സൊസൈറ്റിയിലെ മെമ്പർ എന്ന നിലയിൽ നല്ല രീതിയിൽ വളരാൻ സഹായിക്കുന്നത് ഒരു എഡ്യൂക്കേഷനാണ്. സ്കൂൾ ഈസ് ദ മിനിയേച്ചർ ഓഫ് സൊസൈറ്റി ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇൻ എ സൊസൈറ്റി ഓൾസോ ഹാപ്പൻ ഇൻ എ സ്കൂൾ. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞു സ്കൂൾ എന്ന് പറയുന്നത് മിനിയേച്ചർ ഫോം ഓഫ് സൊസൈറ്റിയാണ്. സൊസൈറ്റീൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് നമ്മളുടെ മുന്നിലിരിക്കുന്നത് എന്നറിഞ്ഞിരിക്കണം. അവരുടെ കൾച്ചർ, അവരുടെ രീതികൾ എല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു സൊസൈറ്റിയുടെ ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള പിക്ചർ നമുക്ക് നമ്മളുടെ ക്ലാസ് റൂമുകളിൽ നിന്നും കിട്ടും. ഓക്കെ, അപ്പോൾ അവരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം, അവരവരുടെ നീഡ് എന്താണ്, അവർക്ക് എന്തെല്ലാം നമ്മൾ കൊടുക്കണം, എങ്ങനെ അവർ സൊസൈറ്റിയിലേക്ക് ഇറക്കി വിടണം എന്നതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. Then education and anthropology. Anthropology is a science of a specific body or bodies of order of knowledge. Anthropology എന്ന് പറയുന്നത് is a set of method and theories for studying people, their products, their interaction and their comprehensions and creations of reality. Education is an extremely complex set of multifaceted institutions, goals, theories and social actors found in a home, at work, in school settings, etc. So, ആന്ത്രോപോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടായിരിക്കും, നമ്മളുടെ ഇൻട്രാക്ഷൻസ് ഉണ്ടായിരിക്കും, അവരെ പറ്റിയൊക്കെ പഠിക്കുക. അതായത് പ്യൂപ്പിളിനെ പറ്റി സ്റ്റഡിങ് അബൌട്ട് പീപ്പിൾ ആൻഡ് ദർ പ്രൊഡക്റ്റ് ആൻഡ് ദർ ഇൻട്രാക്ഷൻസ്, അതിനൊക്കെ സഹായിക്കുന്നതാണ് ആന്ത്രോപോളജി. ഇത്തരത്തിൽ പഠിക്കാൻ സഹായിക്കുന്നത് ആരാണ്? ഇത്തരത്തിൽ എഡ്യൂക്കേഷനാണ്. ഇനി നോക്കൂ, എഡ്യൂക്കേഷൻ ആൻഡ് പൊളിറ്റിക്സ്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അല്ലേ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വേർത്തി മെമ്പർ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസൺ ആണ് വളർന്നു വരുന്നത്. പൊളിറ്റിക്സിനെ പറ്റി അറിഞ്ഞിരിക്കണം. നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ട്, വിത്തൗട്ട് എംപവറിംഗ് ആൻഡ് ഡെലിബറേറ്റിംഗ് എഡ്യൂക്കേഷൻ പൊളിറ്റിക്കൽ പവർ വിൽ റിലേ ഓൺലി ഓൺ ദ ഫ്യൂ ഹു ആർ റിച്ച് ആൻഡ് പവർഫുൾ ആൻഡ് ദിസ് മേക്ക് എ ഡെമോക്രസി ഇമ്പോസിബിൾ. ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്തൊരു സൊസൈറ്റി ആണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ പൊളിറ്റിക്കൽ പവർ, അതുപോലെ തന്നെ റിച്ച് എന്നുള്ള ഒരു സൊസൈറ്റിയിലെ പൊളിറ്റിക്കൽ പവർ എന്നുള്ളത് സൊസൈറ്റിയിലെ റിച്ച് ആയിട്ടുള്ള ഒരു കൂട്ടം വിഭാഗത്തിലേക്ക്, അവരുടെ പവറിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നു. അത് കാരണം ഡെമോക്രസി എന്നുള്ള ആ ഒരു ഐഡിയ, അല്ലെങ്കിൽ ഡെമോക്രസി എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഒരാശയമാണ് അല്ലേ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കൺട്രി എന്ന് പറയുന്നത്. ആ ഒരു ഡെമോക്രസി എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. സോ വിത്തൗട്ട് എംപവറിംഗ് ആൻഡ് ഡെലിബറേറ്റിംഗ് എഡ്യൂക്കേഷൻ ഇല്ലാത്തിടത്തോളം കാലം ഈ ഒരു പൊളിറ്റിക്കൽ പവർ ഒക്കെ തന്നെ സമൂഹത്തിലെ ഉന്നതരിൽ മാത്രം ഒതുങ്ങിക്കൂടും. അത് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നില്ല, അത് എല്ലാവരിലേക്കും എത്തിച്ചേരുന്നില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു? അസമത്വം നിലനിൽക്കാൻ ഇടയാകുന്നു. ഓക്കെ,
ഇനിയുള്ളതാണ് എഡ്യൂക്കേഷൻ ആൻഡ് ഹിസ്റ്ററി. ഹിസ്റ്ററി ഈസ് എ ബ്രാഞ്ച് ഓഫ് നോളജ് ദാറ്റ് ഡീൽസ് വിത്ത് പാസ്റ്റ് ഇവന്റ്. സോ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റിനെ പറ്റി അറിഞ്ഞിരിക്കുക. പാസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രമേ പ്രസന്റിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ പറ്റൂ, അല്ലെങ്കിൽ പ്രസന്റ് നമ്മൾ എങ്ങനെ കൊണ്ടുപോകണം, അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പാസ്റ്റ്, ഇപ്പം മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻസിയൻ കേരളയിലെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്താണ്, എങ്ങനെയാണെന്ന് നമ്മൾ വിലയിരുത്തുന്നതിന് മുൻപ് തൊട്ട് മുൻപ് അതിന്റെ പാസ്റ്റിൽ എന്തായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ എഡ്യൂക്കേഷൻ ആൻഡ് ഹിസ്റ്ററി എന്താണ്, കണക്റ്റഡ് ആണ്. The for history of education can be defined as a branch of knowledge that deals with the past events that were related to education. So ഹിസ്റ്ററിയും എഡ്യൂക്കേഷനും തമ്മിൽ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണെന്നറിയാം, എന്നിരുന്നാൽ പോലും ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അതായത് 2 മാർക്സിനും അതുപോലെ തന്നെ ഇപ്പോൾ ടൈപ്സ് ആണെങ്കിലും ഫങ്ഷൻസ് ആണെങ്കിലും. ഒരു മിനിറ്റ്, ഡെഫിനിഷൻസ് ചോദിക്കാറുണ്ട്, ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണ് നമുക്കറിയാം. അപ്പോൾ സിലബസ് അറിഞ്ഞ് തന്നെ പഠിക്കുക, ഏതൊക്കെ പോർഷൻസ് ആണ് എഡ്യൂക്കേഷൻ കണ്ടംപററി ഇന്ത്യ എന്നുള്ള ചാപ്റ്ററിൽ വരുന്നത് അറിയാം. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. നേച്ചർ എന്തുകൊണ്ടാണ് എഡ്യൂക്കേഷൻ ഒരു ഡിസിപ്ലിൻ ആയിട്ട് കണക്കാക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ, ഫോമൽ, ഇൻഫോമൽ, നോൺ ഫോമൽ അറിഞ്ഞിരിക്കണം. അതൊരു എക്സാമ്പിൾ പഠിച്ചു വെക്കുക. പ്രീ പ്രൈമറി, പ്രൈമറി ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ, അതങ്ങനെ അത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാൻ പറ്റില്ല, എന്നാലും എന്താണെന്ന് അറിഞ്ഞിരുന്നുള്ളൂ കേട്ടോ. ഇന്റർ ഡിസിപ്ലിനറി നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ അത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ റെസ്പെക്ടിങ് ഡൈവേഴ്സിറ്റി, ഈ ഒരു പോയിന്റ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷേ കാരണം തൊട്ട് മുൻപത്തെ നമ്മളുടെ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ നോക്കുക, അതും ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്ന ഏരിയ ആണ്. അപ്പം നമുക്ക് ഫിലോസഫി അല്ലേ, ചില ആളുകൾക്ക് ഇപ്പോൾ ഇത് തുടക്കക്കാർക്ക്, അതായത് ഫിലോസഫി ഒന്നും ടച്ച് ഇല്ലാത്ത ആൾക്കാരുണ്ടാവല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് വരാം. പക്ഷേ എന്താണെന്ന് കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ, ഇപ്പോൾ ഡെഫിനിഷനൊക്കെ നമുക്ക് കാണാതെ പഠിക്കാം, 2 വരിയൊക്കെ അല്ലേ വരുള്ളൂ. അപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന്, അതിലുള്ള കണ്ടന്റ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അറിഞ്ഞിരുന്നാൽ, ഫിലോസഫി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത, സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ എത്തിപ്പെട്ടിട്ടുണ്ടായിരിക്കും ഫസ്റ്റ് സെമ്മിനെ സംബന്ധിച്ചിടത്തോളം. സോ അത്തരത്തിലുള്ള ടെൻഷനൊന്നും വേണ്ട. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചാൽ, അതുപോലെ തന്നെ നോട്ട്സ് വായിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ മൊഡ്യൂൾസ് വായിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിലുള്ള ഗൈഡ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വായിച്ചാലൊക്കെ എഴുതാൻ പറ്റാവുന്ന ഒരു പേപ്പർ തന്നെയാണ് കേട്ടോ ഫിലോസഫി എന്നുള്ളത്. മാക്സിമം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ്റെ കിടപ്പുകൾ, മറ്റ് ഭാവം ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സോ അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് ഇനിയുള്ള ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. എന്താണ് ആ കോൺസെപ്റ്റ് എന്ന് മാത്രം അറിഞ്ഞു വെച്ച് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസുമായിട്ട് ഒക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയുള്ള ചാപ്റ്റേഴ്സ് നോക്കാം. താങ്ക് യു.